ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറൻറ്റ്സ് കുറച്ച് എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. നോക്കാം നമുക്ക് എന്താണ് ഈ ടോപ്പിക്കിൽ അവർ ഉദ്ദേശിക്കുന്നതെന്ന്. ഫോഴ്സ് കണ്ടുപിടിക്കലാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആര് തമ്മിലുള്ള ഫോഴ്സാണ്? രണ്ട് കണ്ടക്ടറുകൾ തമ്മിലുള്ള ഫോഴ്സാണോ? ഇനി ഒരു രണ്ട് കണ്ടക്ടറിൽ കൂടി കറണ്ട് ഒഴുകുന്നുണ്ടോ? കറണ്ട് ഏതൊക്കെ ഡയറക്ഷനിലാണ് ഒഴുകുന്നത്? കറണ്ടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ടോ? ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ടോപ്പിക്ക് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറൻറ്റ്സ്. ഞാൻ രണ്ട് കണ്ടക്ടറുകൾ എടുത്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് കണ്ടക്ടേഴ്സാണ്, നേരെയുള്ള രണ്ട് സ്ട്രെയിറ്റ് കണ്ടക്ടേഴ്സാണ്. രണ്ട് കണ്ടക്ടറിൽ കൂടിയും കറണ്ട് പോകുന്നുണ്ട്. ഇപ്പം ഈ ഒരു എക്സാമ്പിളിൽ രണ്ട് കണ്ടക്ടറിലും കറണ്ട് പോകുന്നത് സെയിം ഡയറക്ഷനിലാണ്. ഇനി സെയിം ഡയറക്ഷൻ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ആദ്യമായി നമ്മൾ ഒരു കണ്ടക്ടറിനെ മാത്രമേ എടുക്കുന്നുള്ളൂ. രണ്ടാമത്തെ കണ്ടക്ടറിനെ തൽക്കാലത്തേക്ക് നമ്മൾ എടുക്കുന്നില്ല. L1 ലെങ്ത്തുള്ള I1 എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്ന P എന്ന് പേരുള്ള ഫസ്റ്റത്തെ കണ്ടക്ടർ. ആ കണ്ടക്ടറിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെ ഞാനൊരു പോയിന്റ് എടുത്തിട്ടുണ്ട്. I1 എന്ന് പറയുന്ന കറണ്ട് പോകുന്നത് കൊണ്ട് തന്നെ ഈ കണ്ടക്ടറിന് ചുറ്റും P എന്ന് പറയുന്ന L1 ലെങ്ത്തുള്ള ആ കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. R ഡിസ്റ്റൻസ് അകലെ A എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം, രണ്ടാമത്തെ കണ്ടക്ടർ തൽക്കാലം ഞാൻ അവിടെ വെച്ചിട്ടില്ല, ആദ്യത്തെ കണ്ടക്ടർ മാത്രമേ വെച്ചിട്ടുള്ളൂ. നമ്മുടെ ആംപേഴ്സ് സർക്യൂട്ടിലോ ഉപയോഗിച്ച് ഒരു ലീനിയർ കണ്ടക്ടർ, കറണ്ട് ക്യാരി ചെയ്യുന്ന ലീനിയർ കണ്ടക്ടറിൻ്റെ R ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിൽ എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഇതായിരുന്നു: B = μ0I / 2πr. ആംപിയർ സർക്യൂട്ട് ലോയുടെ ഫസ്റ്റത്തെ അപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരു കറണ്ട് ക്യാരിങ് സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ ചുറ്റുമുള്ള റീജിയണിൽ R ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിൽ എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇക്വേഷൻ ഇതാണ്: μ0I / 2πr. അതിൽ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ കൂടി പോകുന്ന കറണ്ടാണ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ Iക്ക് പകരം I1 എന്ന് കൊടുക്കാം. കാരണം ആദ്യത്തെ കണ്ടക്ടറിൽ കൂടി പോകുന്ന കറണ്ട് I1 ആണ്. ആ കണ്ടക്ടർ കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആദ്യത്തെ കണ്ടക്ടർ കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വേഷൻ ഇത്തരത്തിൽ മാറ്റി എഴുതാം: B1 = μ0I1 / 2πr. ഞാൻ B1 എന്ന് എഴുതാൻ കാരണം ആദ്യത്തെ കണ്ടക്ടർ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ടാണ്. I1 എന്ന് എഴുതാൻ കാരണം ആദ്യത്തെ കണ്ടക്ടറിൽ കൂടി പോകുന്ന കറണ്ട് I1 ആയതുകൊണ്ടാണ്. B1 = μ0I1 / 2πr. ഇനി ആ A എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? മാഗ്നിറ്റ്യൂഡ് μ0I1 / 2πr ആണ്. ഇറ്റ് ഈസ് ഓക്കെ. ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? സുഖമായി കണ്ടുപിടിക്കാം. നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചാൽ മതി. നേരെ മുകളിലേക്കാണ് കറണ്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ I1 നേരെ മുകളിലേക്ക് പിടിക്കുന്നു. A എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ ഏകദേശം ഇൻ ടു ദ പ്ലെയിൻ ആണ് വരുന്നത്. നോക്കുക, A എന്ന് പറയുന്ന പോയിന്റിലേക്ക് എൻ്റെ ഈ കേൾ ചെയ്ത വിരലുകൾ കൊണ്ടു ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് A എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇൻ ടു ദ പ്ലെയിൻ ആണ്. നമ്മുടെ ഈ വൈറ്റ് ബോർഡിൻ്റെ ഉള്ളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്റ്റ് ചെയ്യുന്നത്. മാഗ്നിറ്റ്യൂഡ് μ0I1 / 2πr ആണ്. ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ്, A എന്ന് പറയുന്ന പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ ആരെ കൊണ്ടുവയ്ക്കാൻ പോകുന്നത്? രണ്ടാമത്തെ കണ്ടക്ടറിനെ കൊണ്ടുവയ്ക്കാനായിട്ട് പോകുന്നത്. അതായത് I2 എന്ന് പറയുന്ന കറണ്ട് ഒഴുകുന്ന L2 ലെങ്ത്തുള്ള Q എന്ന് പേരുള്ള രണ്ടാമത്തെ കണ്ടക്ടറിനെ നമ്മൾ വയ്ക്കുന്നത് A എന്ന് പറയുന്ന പോയിന്റിലാണ്. ഞാൻ ചെറിയൊരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാം. L ലെങ്ത്തുള്ളതും I എന്ന് പറയുന്ന കറണ്ട് ഒഴുകുന്നതുമായ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ B എന്ന് പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ മുന്നേ പഠിച്ച ഒരു ടോപ്പിക്കാണത്.
ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. എത്രത്തോളം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും? F is equal to I into L cross B. അതിൽ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മൾ വെക്കുന്ന കണ്ടക്ടറിൽ കൂടി പോകുന്ന കറണ്ടാണ്. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കുന്ന കണ്ടക്ടറിൻ്റെ ലെങ്ത് ആണ്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ വെക്കുന്നത് ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ആണ്. ഞാൻ രണ്ടാമത്തെ കണ്ടക്ടർ വെക്കുന്നത് ഒന്നാമത്തെ കണ്ടക്ടർ കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. തീർച്ചയായിട്ടും രണ്ടാമത്തെ കണ്ടക്ടറിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. എത്രത്തോളം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും നോക്കാം. രണ്ടാമത്തെ കണ്ടക്ടർ അതിൻ്റെ പേര് Q എന്നായതുകൊണ്ട് ഞാൻ എഫിനെ FQ എന്ന് എഴുതുകയാണ്. ഫോഴ്സ് ഓൺ Q ഇസ് ഈക്വൽ ടു I ഇൻറ്റു L ക്രോസ് B ആണ് ജനറൽ ഇക്വേഷൻ. ഈ രണ്ടാമത്തെ കണ്ടക്ടറിൽ കൂടി പോകുന്ന കറണ്ട് എന്താണ്? I2 ആണ്, അതുകൊണ്ട് I2 എന്ന് എഴുതി. അതിൻ്റെ ലെങ്ത്ത് L2 ആണ്, അതുകൊണ്ട് അതിനെ L2 എന്ന് എഴുതി. ഇനി രണ്ടാമത്തെ കണ്ടക്ടർ വെച്ചിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആര് പ്രൊഡ്യൂസ് ചെയ്തതാണ്? ഫസ്റ്റത്തെ കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്തതാണ്, അതുകൊണ്ട് ബിക്ക് പകരം ഞാൻ B1 എന്ന് എഴുതി. ഇതാണ് ഫോഴ്സ് ഓൺ Q. ആദ്യത്തെ കണ്ടക്ടർ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ ഞാനൊരു രണ്ടാമത്തെ കണ്ടക്ടറിനെ വെച്ചപ്പോൾ രണ്ടാമത്തെ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തു. ആര് കാരണം? ഒന്നാമത്തെ കണ്ടക്ടർ കാരണം. അങ്ങനെയാണെങ്കിൽ FQ is equal to I2 into L2 cross B1 എന്ന് എഴുതാം. ഇനി L2 B1 അവർ തമ്മിലൊരു ആംഗിൾ ഉണ്ട്, നോക്കാം നമുക്ക് എത്രയാണെന്നുള്ളത്. ക്രോസ് പ്രൊഡക്റ്റിനെ ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി. I2 L2 B1 sin തീറ്റ. L2 ക്രോസ് B1നെ L2 B1 sin തീറ്റ എന്ന് എഴുതി. ഇനി FQ is equal to I2 L2 I2 L2 B1ന് പകരം എന്ത് എഴുതാം? mu0 I1 divided by 2πr. mu0 I1 divided by 2πr into തീറ്റ. തീറ്റ ആര് തമ്മിലുള്ള ആംഗിളാണ്? L2ഉം B1ഉം തമ്മിലുള്ള ആംഗിളാണ്. L2 ഞാൻ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഈ ബോർഡിൻ്റെ പ്ലെയിനിലാണ് L2 എന്ന് പറയുന്ന രണ്ടാമത്തെ കണ്ടക്ടറിനെ വെച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു B1 എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരുന്നു? ഇൻ ടു ദ പ്ലെയിൻ ആയിരുന്നു. L2 ഇരിക്കുന്നത് ബോർഡിൻ്റെ പ്ലെയിനിലാണ്, B1 പോകുന്നത് ഇൻ ടു ദ ബോർഡാണ്. അങ്ങനെയെങ്കിൽ L2ഉം B1ഉം തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. mu0 I1 by 2πr into sin 90. sin 90 എത്രയാ? 1 ആണ്. FQ is equal to ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. mu0 I1 I2 divided by 2πr into L2. ഇതാണ് രണ്ടാമത്തെ കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് മുഴുവൻ ലെങ്ത്തിലും. L2 എന്ന് പറയുന്ന മുഴുവൻ ലെങ്ത്തിലും രണ്ടാമത്തെ കണ്ടക്ടറിൽ ഒന്നാമത്തെ കണ്ടക്ടർ കാരണം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് mu0 I1 I2 divided by 2πr into L2 ആണ്. ഇനി രണ്ടാമത്തെ കണ്ടക്ടറിൻ്റെ യൂണിറ്റ് ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ് നോക്കാം നമുക്ക്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്, അതായത് ടോട്ടൽ ഫോഴ്സ് ആണ് FQ. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? രണ്ടാമത്തെ കണ്ടക്ടറിൻ്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് കിട്ടും. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ F ആണ്. ഇത് നമ്മൾ ക്യാപിറ്റൽ F ആണ് ഉപയോഗിച്ചത്. ഇത് സ്മോൾ ലെറ്റർ F ആണ്. ഇസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ L2. ടോട്ടൽ ഫോഴ്സ് എന്താണ്? mu0 I1 I2 by 2πr ആണ് ഇൻറ്റു L2. ഇതാണ് ടോട്ടൽ ഫോഴ്സ്. അതിനെ L2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഫോഴ്സിലുണ്ടായിരുന്ന L2 എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി നമുക്ക് എന്ത് ലഭിക്കും? സ്മോൾ ലെറ്റർ F ഇസ് ഈക്വൽ ടു mu0 I1 I2 ഡിവൈഡഡ് ബൈ 2πr. ഇതാണ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഇതാണ് ടോട്ടൽ ഫോഴ്സ് ഓൺ ദി സെക്കൻഡ് കണ്ടക്ടർ. ഇത് ടോട്ടൽ ഫോഴ്സാണ്. യൂണിറ്റ് എന്താ വരിക? ന്യൂട്ടൺ തന്നെയാണ് വരിക. ന്യൂട്ടൺ ആണ് വരിക. പക്ഷേ ഈ സ്മോൾ ലെറ്റർ F എന്താണ്? ഫോഴ്സ് പെർ ലെങ്ത് ആണ്. അപ്പോൾ സ്മോൾ ലെറ്റർ Fന് നിങ്ങൾ യൂണിറ്റ് എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. യൂണിറ്റ് ന്യൂട്ടൺ മാത്രമല്ല, ന്യൂട്ടൺ പെർ മീറ്റർ ആണ് വരിക. അതായത് ഇത് ടോട്ടൽ ഫോഴ്സ് ആയതുകൊണ്ട് ന്യൂട്ടൺ ഉപയോഗിക്കാം. സ്മോൾ ലെറ്റർ F ഫോഴ്സ് പെർ ലെങ്ത്, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആയതുകൊണ്ട് ഫോഴ്സ് പെർ ലെങ്ത്, ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പം ന്യൂട്ടൺ പെർ മീറ്റർ ആണ് സ്മോൾ ലെറ്റർ Fൻ്റെ യൂണിറ്റ്, ന്യൂട്ടൺ ആണ് ക്യാപിറ്റൽ Fൻ്റെ യൂണിറ്റ്. ഇത് രണ്ട് നമുക്ക് തരുന്നത് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡുകൾ മാത്രമാണ്. നമുക്കതിൻ്റെ ഡയറക്ഷൻ കൂടി ഒന്ന് പരിചയപ്പെടണം, ഒന്ന് കണ്ടെത്തണം. വളരെ എളുപ്പമാണ്.
രണ്ട് കറൻറ്റുകളും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ, നോക്കുക, കറൻസ് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ, ദ ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ്. അതായത് രണ്ട് കണ്ടക്ടറിൽ കൂടി പോകുന്ന കറൻറ്റുകൾ സെയിം ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ രണ്ട് കണ്ടക്ടറുകളും തമ്മിൽ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. ഇനി തിരിച്ചാണെങ്കിലോ, ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ, അതായത് ഒരു കറണ്ട് മുകളിലേക്കും ഒരു കറണ്ട് താഴേക്കുമാണെങ്കിൽ ആ രണ്ട് കണ്ടക്ടറുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? റിപ്പൾസീവ് ആയിരിക്കും. രണ്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഇതാണ് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറൻസ്. ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാനായി നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം, μ0I1I2/2πr × L2. ഇനി ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണെങ്കിൽ ടോട്ടൽ ഫോഴ്സിനെ L2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫോഴ്സിലത്തെ L2 ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി നമുക്ക് ലഭിക്കുക μ0I1I2/2πr ആണ്. ആ ടോട്ടൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് ക്യാപിറ്റൽ N ആണ്, സ്മോൾ ലെറ്റർ എഫിൻ്റെ യൂണിറ്റ് Nm/m ആണ്. രണ്ട് കറണ്ടും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഫോഴ്സ് അട്രാക്റ്റീവ് ആയിരിക്കും. രണ്ട് കറണ്ടുകളും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഫോഴ്സ് റിപ്പൾസീവ് ആയിരിക്കും.